ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും ദിവ്യ നടത്തിപ്പാലും ഭാഗ്യവചനധാര ശുശ്രൂഷ ഇന്ന് 150 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സന്ദേശങ്ങൾ നൽകി അനുഗ്രഹിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപകളുടെ മേൽ കൃപകൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുകയും ആ ലക്ഷ്യം നല്ലതായിരിക്കുകയും അത് പ്രാവർത്തികമാക്കാനുള്ള ചിത്രം വ്യക്തമായിരിക്കുകയും അതിനുവേണ്ടി ദൈവാശ്രയത്തിൽ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ വിജയം നിശ്ചയമാണ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ വ്യക്തികൾക്കുള്ള ലേഖനങ്ങളാണ് തീമോത്തിയോസ്, തീത്തോസ്, ഫിലമോൻ. 1-ാം അധ്യായത്തിൽ അഭിവാദ്യങ്ങളും തീമോത്തിയോസിന്റെ വിശ്വാസത്തെ ശ്ലാഘിക്കുന്നതും വിശ്വസ്തനായിരിക്കുവാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ആഹ്വാനങ്ങളും വിശുദ്ധ പൗലോസിന്റെ അവസ്ഥയുടെ വിവരണങ്ങളുമാണ്. 2-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ നല്ല ഭടനായി പ്രവർത്തിക്കാനും കഷ്ടം സഹിക്കാനും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട പ്രവർത്തകനായിരിക്കാനും വചനം ശരിയായ വിധത്തിൽ ധൈര്യത്തോടെ കൈകാര്യം ചെയ്യുവാനുമുള്ള നിർദ്ദേശങ്ങളുമാണ്. 3-ാം അധ്യായത്തിൽ അന്ത്യനാളുകളിൽ ദുർഘട സമയങ്ങൾ വരുമെന്നുള്ള മുന്നറിയിപ്പും അവയുടെ വിവരണങ്ങളും പറയുന്നു. 4-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസിന്റെ പ്രബോധനങ്ങളും വിടപറയലിന്റെ വാക്കുകളുമാണ്. ദൈവത്തിൽ നിന്ന് ലബ്ധമായ കൃപാവരം തദനുസരണമുള്ള പ്രവർത്തനം ഇല്ലെങ്കിൽ മങ്ങിപ്പോകും. അതിനാൽ കൃപാവരത്തെ ഉജ്ജ്വലിപ്പിക്കാൻ വിശുദ്ധ പൗലോസ് നിർബന്ധിക്കുന്നു. നമുക്ക് ഭയപ്പെടുവാനൊന്നുമില്ല, കാരണം ശക്തി, സ്നേഹം, ഉപദേശം ഇവയുടെ ആത്മാവാണ് നമ്മിലുള്ളത്. ഇന്ന് വീറോടെ പ്രവർത്തിക്കാനും ക്ലേശങ്ങൾ സഹിക്കാനും ആരും തയ്യാറല്ല. കാരണം നമ്മുടെ സ്വാർത്ഥ സ്ഥാപിത താല്പര്യങ്ങൾ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ മാറ്റ് ഉരയ്ക്കപ്പെടേണ്ടത് പ്രതികൂലതകൾ നേരിടുമ്പോഴാണ്. ഉയരത്തിൽ പറക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന ഒരു പക്ഷിയെ ഒരു കൂട്ടിലാക്കിയാൽ അത് ആകെ കൂടി തളർന്ന് ക്ഷീണിച്ചു പോകും. ആ അനുഭവമായിരുന്നു വിശുദ്ധ പൗലോസിന് ഉണ്ടായത്. അനേകം മൈലുകൾ യാത്ര ചെയ്ത് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച പൗലോസ് റോമിലെ തടവിലായപ്പോഴേക്ക് ക്ഷീണിതനായി. എങ്കിലും ശക്തനാക്കുന്ന ദൈവത്താലുള്ള വിശ്വാസത്തിൽ തന്റെ വേല തുടർന്നു. ആ ജയിലിലെ ഇരുട്ടറയിൽ നിന്നും ഉയർന്നു വന്ന കാരാഗ്രഹ ലേഖനങ്ങൾ എത്ര ശക്തിയായ സന്ദേശങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തു. റോമിലെ പടയാളികൾ, ജയിൽ ഉദ്യോഗസ്ഥർ ഒക്കെ പൗലോസിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞു. അനേകരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വിശുദ്ധ പൗലോസിന് സാധിച്ചു. കർത്താവ് നമ്മെ രക്ഷിക്കുകയും വിളിക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളുടെ മേന്മ കൊണ്ടല്ല, പിന്നെയോ അനാദിയായ ദൈവത്തിന്റെ കൃപയാൽ അത്രേ. നമ്മുടെ കർത്താവിന്റെ വരവാലും മരണത്താലും ജീവനും മരണമില്ലായ്മയും എന്തെന്ന് വെളിവാക്കിയ തന്റെ കൃപയാൽ അത്രേ ഈ സത്വാർത്ത വിജാതിയർക്ക് നൽകുവാൻ പ്രസംഗകനായും ശ്ലീഹായായും ഉപദേഷ്ടാവായും തന്നെ നിയമിച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യം വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നു. നമുക്ക് കർത്താവ് നൽകിയിട്ടുള്ള കൃപാവരങ്ങൾ കുഴിച്ചിടപ്പെട്ട താലന്തുകളാക്കാതെ തക്ക സമയത്ത് തക്ക വിധത്തിൽ പ്രയോജനപ്പെടുവാൻ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.